400 സീറ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്ന ബി.ജെ.പിക്കും എൻ.ഡി.എ മുന്നണിക്കും പ്ലാൻ എയും ബിയും ഉണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അതായത് ഒറ്റയ്ക്ക് എൻ.ഡി.എ മുന്നണി 400 സീറ്റ് പിടിക്കുക, അതിന് പറ്റിയില്ല എങ്കിൽ ആ 400 സീറ്റിന് അടുത്തേക്ക് പിടിക്കുക, മറ്റു ചെറു കക്ഷികളെ കൂടി എൻ.ഡി.എ മുന്നണിയിൽ എത്തിച്ച് എൻ.ഡി.എ മുന്നണി വിപുലീകരിച്ച് മുൻപോട്ട് പോയി. ഏതായാലും നരേന്ദ്രമോദി 3-ാം വട്ടവും അധികാരത്തിലെത്തുന്നത് 400 സീറ്റ് തന്നെ നേടിക്കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ബി.ജെ.പി ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുകയുണ്ടായി, ആന്ധ്രയിലും ഒഡീഷയിലും അടക്കം തങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മത്സരിക്കുന്നത്, അവർ തങ്ങളോടൊപ്പം തന്നെയായിരുന്നു എല്ലാ കാലത്തും എന്ന് പറയുമ്പോൾ ആന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നും മാത്രം 46 സീറ്റും ഒന്നിച്ച് എൻ.ഡി.എയുടെ ഭാഗമായി നിൽക്കും എന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ ഒരു വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ജൂൺ 4-ന് ശേഷം, അതായത് വോട്ടെണ്ണലിന് ശേഷം NCPയുടെ പവാർ വിഭാഗത്തിൻ്റെ തലവനായ പവാറിനും കുട്ടർക്കും എൻ.ഡി.എ മുന്നണിയിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ ഉദ്ധവിനും എൻ.ഡി.എ മുന്നണിയിലേക്ക് വരാം. നിങ്ങൾ കോൺഗ്രസിലേക്ക് ലയിക്കാൻ പോകുന്നു എന്നറിഞ്ഞു, കോൺഗ്രസിലേക്ക് ലയിച്ച് മരിക്കുന്നതിലും നല്ലത് എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായി മാറുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഏതായാലും ഇതൊരു സൂചനയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം തിരഞ്ഞെടുപ്പിന് ശേഷം എൻ.ഡി.എ മുന്നണി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തുന്നു. YSR, BJD, AIDMK എന്നീ കക്ഷികളുമൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. പ്രത്യക്ഷത്തിൽ കോൺഗ്രസുമായോ BJPയുമായോ നേരിട്ടുള്ള സഖ്യമല്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഈ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ ഭാഗമായി മാറിയേക്കാം. അതിനുള്ള ഒരു സന്ദേശം കൂടിയാകണം ഇന്നലെ പ്രധാനമന്ത്രി റാലിയിൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.